ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പൂവ് എന്താണെന്ന് അറിയാമായിരിക്കും. എന്നാലും ഞാൻ പറയാം. ഇത് ശംഖുപുഷ്പമാണ്, നീല. ഇതിൻ്റെ വെള്ളയുണ്ട്. ഇതുകൊണ്ട് ഇന്ന് ഞാനൊരു ഇടിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനൊരു കുറച്ച് ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിനകത്തിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ശംഖുപുഷ്പം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല നീല കളറാണ്. കാണാൻ വരുന്നുണ്ടല്ലോ, നല്ല നീല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ച് ഇട്ടിട്ടുണ്ട്, അരിച്ച് മാറ്റിയതാണ്. ഈ വെള്ളം നമുക്ക് നമ്മുടെ ഈ പൊടിക്കകത്തോട്ട് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഞാൻ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് ചൂടാറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സേവനാഴിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് പീച്ചേക്കാം. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിക്കാം. അതുകൊണ്ട് നമ്മുടെ ഇടിയപ്പം നല്ല സ്പോഞ്ച് നീല കളറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ തിരിച്ചിട്ട് നല്ല സോഫ്റ്റാണ്, നല്ല നൂല് പോലെ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല ഇതിൻ്റെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കാര്യം പറയണ്ട, എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഗുണങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ചായ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇത് ചായ രൂപത്തിലുണ്ട്.